ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകളാണ് കുടുംബശ്രീയിൽ ഒഴിവുണ്ട്, അതുപോലെ തന്നെ വിവിധ തസ്തികളിൽ സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതാണ്. നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് നോക്കാം. കേരള സർക്കാരിന്റെ കീഴിൽ PSC പരീക്ഷകളൊന്നുമില്ലാതെ വ്യത്യസ്തമായുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, വർക്കല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫാർമസിസ്റ്റ്, അതുപോലെ ലാബ് ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നീഷ്യൻ, ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. അഭിമുഖത്തിലുള്ള തീയതി ഫാർമസിസ്റ്റ് ജൂലൈ 10-നാണ്, ലാബ് ടെക്നീഷ്യൻ ജൂലൈ 11, എക്സ്റേ ടെക്നീഷ്യൻ ജൂലൈ 12, ഡ്രൈവർ ജൂലൈ 17, ഇലക്ട്രീഷ്യൻ ജൂലൈ 17. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതയുമായി ബന്ധപ്പെട്ട അസൽ രേഖകളുമായി വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 047020800888 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ 8590232509 എന്ന നമ്പറിലോ 9846021483 എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. റിപ്പോർട്ടിംഗ് സമയം രാവിലെ 10 മണിക്കാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന തസ്തികകളിലേക്ക് അതത് ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ഈ ജോലികൾ നേടാൻ പറ്റുന്നതാണ്. പിന്നെ മൾട്ടിപർപ്പസ് വർക്കർ ഒഴിവാണ്. പാപ്പിനിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. GNM അതുപോലെ BSc നഴ്സിംഗ് ആണ് യോഗ്യത. താല്പര്യമുള്ളവർ ജൂലൈ 1 രാവിലെ 11 മണിക്ക് പാപ്പിനിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടക്കുന്ന അഭിമുഖത്തിന് സർട്ടിഫിക്കറ്റുടെ അസലും പകർപ്പും സഹിതം ഹാജരാവണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0492778764 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. പിന്നെ മാനേജർ തസ്തികയിൽ ഒഴിവാണ്. എറണാകുളം ജില്ലയിൽ സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ മാനേജർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്ത സ്ഥിരം ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചും. ഫസ്റ്റ് ക്ലാസ് BTech, BE മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദം, MBA യോഗ്യതയും 8 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. പ്രായപരിധി 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ ജൂലൈ 10-നകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നീട് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒഴിവാണ്. ഷീമേനി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ ഒഴിവുണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, PGDCA എന്നിവയാണ് യോഗ്യത. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂലൈ 3 രാവിലെ 10:30 ചീമേനി പള്ളിപ്പാറയിലുള്ള കോളേജ് ഓഫീസിൽ ഹാജരാവുക. ഫോൺ നമ്പർ 8547005052 നമ്പറിലോ 9447596129 നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. പിന്നെ പ്രോഗ്രാമർമാരെ നിയമിക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പിലെ ഗവേണൻസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് പ്രോഗ്രാമറെ നിയമിക്കുന്നു. സാങ്കേതിക പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. ഉദ്യോഗത്തിൽ വിശദമായ ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യ ITI സോഫ്റ്റ്വെയർ വിഭാഗം, വന്ദനം, ഉപ്പളം റോഡ്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. അപേക്ഷകൾ ജൂലൈ 20-നകം ലഭിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ BE, BTech, MCA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ MSc ആണ് യോഗ്യത. കുറഞ്ഞത് 3 വർഷത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രവൃത്തി പരിചയം വേണം. പ്രതിമാസം 40,000 മുതൽ 50,000 രൂപ വരെ വേതനവും ലഭിക്കുന്നതാണ്. പിന്നെ മൾട്ടിപർപ്പസ് വർക്കർ ഒഴിവാണ്. ചെമ്പിലോട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നു. GNM, BSc നഴ്സിംഗ്, കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. പ്രായം 40 വയസ്സിന് താഴെയാണ്. താല്പര്യമുള്ളവർ ജൂലൈ 8 രാവിലെ 11 മണിക്ക് ചെമ്പിലോട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പറും 049728222042 എന്ന നമ്പറിലോ 8921991053 നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. പിന്നെ മിഷൻ വാത്സല്യയിൽ കൗൺസിലർ നിയമനമാണ്. വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ബാല സംരക്ഷണ യൂണിറ്റിലേക്ക് കൗൺസിലറെ നിയമിക്കുന്നുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, അതുപോലെ പബ്ലിക് ഹെൽത്ത്, കൗൺസിലിംഗ് എന്നിവയിൽ ബിരുദം അല്ലെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള PG ഡിപ്ലോമയാണ് യോഗ്യത. കൗൺസിലിംഗ് മേഖലയിൽ 1 വർഷത്തെ കുറയാത്ത
പ്രവൃത്തി പരിചയം വേണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിലുള്ള പ്രവൃത്തി പരിചയത്തിന് മുൻഗണന ലഭിക്കും. 2024 ജൂലൈ 1 40 വയസ്സ് കവിയാൻ പാടില്ല. ഉദ്യോഗത്തിൽ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ജൂലൈ 6 രാവിലെ 10:30 മഞ്ചേരി കച്ചേരിപ്പടി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ബാല സംരക്ഷണ ഓഫീസറുടെ കാര്യത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീ നിയമനമാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലയിൽ 5 ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകൾ MFC ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ക്ലസ്റ്റർ ലെവൽ IFC ആങ്കർ സീനിയർ CRP തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. 40 വയസ്സ് അധികരിക്കാത്ത കുടുംബശ്രീ ഓക്സിലറി കുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. വെള്ളമുണ്ട, മുട്ടിൽ, പടിഞ്ഞാറത്തറ, പനമരം ക്ലസ്റ്ററുകളിലേക്കാണ് നിയമനം. IFC ആങ്കർ തസ്തികയിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ അഗ്രികൾച്ചർ അലൈഡ് സയൻസ് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സീനിയർ CRP കൃഷി സഖി ഓർ അഗ്രി CRP 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അപേക്ഷകർ അതത് ബ്ലോക്കിൽ താമസിക്കുന്നവരായിരിക്കണം. താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പർ തയ്യാറാക്കിയ അപേക്ഷ, യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, കുടുംബശ്രീ അംഗത്വം, ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖകൾ പകർപ്പുമായി ജൂലൈ 20 കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 04936 299370 നമ്പറിലോ 9562241841 നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരം ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.